ആ, ശ്രേയില്ലേ? ആ, ശ്രേയ കുളിക്കാണ്. ആ, അതെയോ? ഇത് ആരായിരുന്നു? ഇത് ശ്രേയന്റെ ഫ്രണ്ടാ. മനസ്സിലായി മനസ്സിലായി. ഉം. അന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ ആ, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ, ഏതാണ്ട് അന്ന് സംസാരിച്ച സൗണ്ട് കേട്ടപ്പോഴാണ് ഉം. മനസ്സിലായത്. അവള് കുളിക്കണം. എന്നാ അർജന്റ് വിളിച്ചു കൊടുക്കണോ? വേണ്ട, കുളിക്കുന്ന കുളിച്ചോട്ടെ. അതെ അല്ലേ. ആ ഉം. അല്ല, അവളെങ്ങനെ? അവള് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉം. അവിടെ കുഴപ്പമില്ല. അല്ല, വേറെ? ഇങ്ങനെ ഉം. ശ്രേയയുടെ അടുത്ത ഫ്രണ്ടാണല്ലേ? അതെ. ഉം. ആ, കുഴപ്പമൊന്നുമില്ല. അല്ല എന്തേ അവള്? അല്ല അതൊന്നുമല്ല, ഞാന് പറഞ്ഞാല് മോശമായിട്ട് എടുക്കുവോ? ഇല്ല, പറയ്, കാര്യം അറിയണ്ടേ. അല്ല, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ശ്രേയ, അതായത് നിങ്ങള് ഒരുമിച്ച് ചെറുതിലേ പഠിച്ചു വന്ന ആൾക്കാരാണോ? അതെ, എനക്ക് പണ്ട് മുതലേ ഓളെ അറിയാം. ആണോ? അതായത് ഉം. ഞാൻ ഫ്രാങ്കായിട്ട് ചോദിക്കുന്നോണ്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇല്ല, പറയ്. അവൾക്ക് ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതായത് ഉം. ചില കാര്യങ്ങൾക്കൊന്നും തീരെ താല്പര്യമില്ലാത്ത ഒരു ആളെ പോലെയാണ് പെരുമാറുന്നത്. അതെയോ? ആ, ഞാൻ പറഞ്ഞു മനസ്സിലായ? ആ, മനസ്സിലായി. അത് നമ്മള് പണ്ട് മുതലേ ഇങ്ങനെ ഈ കോളേജിൽ പഠിക്കുമ്പോ നമ്മള് തമാശ പറയല്ലോ ഇതിനെ പറ്റിയിട്ട്. ഏതിനെ പറ്റി? അപ്പോ അവൾക്ക് ഇതിന് വലിയ താല്പര്യമൊന്നും കണ്ടിട്ടില്ല കേട്ടാ. ആണോ? ഒരു അതിനോടൊന്നും ഒരു താല്പര്യമില്ല, ഒരു ഇഷ്ടമില്ലാത്ത പോലെയാ അവള് ഓരോന്നും പറയുക. അത് തന്നെയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 8 മാസം ആയി. എന്നിട്ട് നിങ്ങൾ തമ്മില് ഒരു തമ്മില് ഒരു ഇതുമില്ല എന്ന് പറഞ്ഞാല് ഈ 8 മാസത്തിനുള്ളിൽ ഒരു തവണ 2 തവണ അതിൽ കൂടുതലൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഞാനിത് പറയുന്നത് അടുത്ത ഫ്രണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചത് അവൾക്ക് ചിലപ്പോ എന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. നിങ്ങളെ ഇഷ്ടപ്പെടാണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അവർക്ക് വേറെ അങ്ങനെ വേറെ ഒരു തരത്തിലുള്ള ബന്ധമില്ല, അങ്ങനെ ഒരു കാര്യവും ഇല്ല. ആണോ? ഇപ്പോ ഇപ്പം എപ്പോഴായാലും നമ്മളതിന്റെ ഒരു മുൻകൈ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായാലും അവളെപ്പാട് അതിന് എതിരായിട്ട് നിൽക്കുക വെച്ചോളൂ. ഇപ്പം ഉറങ്ങാൻ കിടന്നാൽ തന്നെ അവളുടെ ഒരു ലോകം എന്നുള്ള പോലെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞങ്ങ് പോയി കിടക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും സംഭവിച്ചിനോന്നറിയില്ല. അപ്പോഴാണല്ലോ ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്നത്. അതെനിക്കറിയില്ല, അതൊന്നും അവൾ പറഞ്ഞിട്ടില്ല. എന്തോ ഒരു നല്ല താല്പര്യക്കുറവാണ് കാണുന്നത്. പിന്നെ ഇത് ഇങ്ങനെ ഇന്ന് നാളാന്ന് വെച്ചാണ് ഞാനിങ്ങനെ നിന്ന് പോണത്. പക്ഷേങ്കില് അത് ആരോടും ചോദിക്കണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ ഞാൻ ഇതേക്കുറിച്ച് ആലോചിച്ചപ്പോഴും നിങ്ങളെ ഇടക്ക് വിളിക്കാറുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കാന്ന് ചോദിച്ചു. അങ്ങനെയാണ്. അല്ല, അവൾ എന്നോട് ഈ കാര്യത്തെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനിനി അവളോട് സംസാരിക്കണോ? അല്ല, അതിപ്പോ നേരം ഞാൻ പറഞ്ഞു തന്നിട്ട് സംസാരിക്കും പോലെ അങ്ങനെ തോന്നൂലേ? അല്ല, അവളോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചാ പോരെ? ഒരു കുഞ്ഞൊന്നും ആയിട്ടില്ലല്ലോ. എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോ അവൾ എന്നോട് കാര്യം പറയല്ലോ. അങ്ങനെ ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ? നേരിട്ട് സംസാരിക്കാനെങ്കിലും. പറ്റായികയൊന്നുമില്ല. നിങ്ങള് മാരീഡ് ആണോ? അല്ല, ഞാൻ കല്യാണം കഴിഞ്ഞില്ല. ആണോ? അവൾ അറിയാനും പാടില്ല ഞാൻ സംസാരിച്ചത്. അപ്പോ അവൾ അറിഞ്ഞാ പ്രശ്നാവൂലേ? അവൾ അറിഞ്ഞാ പ്രശ്നമാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഒന്നിക്കിത് ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് അതിന്റെ കാര്യങ്ങൾ സംസാരിച്ചാല് ഞാൻ നിങ്ങളെ കണ്ടില്ലെന്ന് പറഞ്ഞാല്
അവള് പ്രശ്നമാക്കോ? അതെനിക്കറിയില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ അത്. എന്നാല് അവളോട് പറയണ്ട, എന്നെ കാണുന്ന വിവരം അവളോട് പറയണ്ട. എപ്പോഴാ വരണ്ടേ? അല്ല, അത് നിങ്ങൾ എവിടെയാ കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവിടെ വരാം. അല്ലെങ്കിൽ ഞാനൊരു സ്ഥലം പറഞ്ഞ് അങ്ങോട്ട് വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൗണിൽ ഏതെങ്കിലും ഒരു കോഫി ഹൗസിൽ അവൻ്റെ ഇരുന്നാലോ? ഒരു കോഫി ഷോപ്പിൽ ഇരുന്നൊരു കാപ്പി കഴിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. ആ ആ എപ്പോഴാ വരേണ്ടത്? അത് ഞാൻ പറയാം. ഇത് നമ്പർ ഈ നമ്പറിലുള്ളൂ അല്ലേ? അതെ. ഞാൻ ഈ നമ്പർ ഞാൻ സേവ് ചെയ്തെടുത്തോളാം, എന്നിട്ട് ഞാൻ വിളിക്കാം. പിന്നെ ഇത് നിങ്ങൾ വിളിക്കുമ്പോൾ ഇനി ശ്രേയോട് ഇതേക്കുറിച്ചൊന്നും സംസാരിക്കരുത്. പക്ഷെങ്കിൽ ഒന്ന് സൂചിപ്പിക്കണം, ഒന്ന് എങ്ങനെയാ നിങ്ങൾ സംസാരിക്കാതെ. ഞാൻ പറഞ്ഞതല്ലാതെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ എങ്ങനെയാ സംസാരിക്കാം? അത് ഞാൻ നിങ്ങളെ കണ്ടതിന് ശേഷം അങ്ങനെ പറയാം അവളോട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, 8 മാസമായിട്ട് അന്ന് ഫസ്റ്റ് നൈറ്റിലൊന്നും നടന്നില്ല. പിന്നെ ഇതൊന്നും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതും എന്താ ഒന്നും ആവാതെ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അവളോടും ചോദിക്കുന്നുണ്ട്, കുടുംബത്തുനിന്ന്. അവൾക്കെന്താ പറ്റിയെന്നറിയില്ലല്ലോ. അങ്ങനെ ഒരു അതെന്താ മോശം കുട്ടിയൊന്നുമല്ല. ഇല്ല, മോശം കുട്ടിയുള്ളതല്ല, അതൊന്നുമല്ല. എന്താണെന്നുള്ള എനിക്കും അറിയില്ല കേട്ടോ. നിങ്ങളെ കണ്ടതിന് ശേഷം ഞാൻ അവളെ വിളിച്ച് സംസാരിക്കാം. അങ്ങനെയാലും അറിയാലോ. ഞാൻ നിങ്ങളെ കാണുന്നത് അവളോട് പറയണ്ട കേട്ടോ. ഇല്ല, അത് പറയില്ല. ഇതിപ്പോ ഞാൻ ചോദിക്കുന്നത്, നിങ്ങള് സാധാരണ ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കുമല്ലോ, കല്യാണം കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ. നിങ്ങൾ ഈ വക കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല ഇതുവരെയായിട്ട്? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ അവള് ഇതില് വലിയ താല്പര്യം കാണിക്കാതെ കൂട്ടത്തിലാ. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം അവൾക്ക് ദേഷ്യം വരും ഇതൊക്കെ പറയുമ്പോ. നമ്മള് നല്ല ഇതിൽ പറഞ്ഞാലും അവൾക്ക് വേഗം ദേഷ്യം വരും. അവള് ഒട്ടും എന്താ പറയണ്ട, ഒരു താല്പര്യമില്ലാതെ സ്വഭാവം. സാധാരണ ഒരു ആണുങ്ങളും ഒരു പെണ്ണും ഒരുമിച്ചിരുന്നാല് നമുക്ക് മനസ്സിൽ എന്ത് തന്നെയായാലും തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അവളുടെ മനസ്സിലില്ലേ എന്നൊക്കെയാണ് എന്റെ സംശയങ്ങളെ. അല്ല, ഉണ്ടാവൂല, അതായിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ ഒരു വരൂലല്ലോ. എന്താ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് ചോദിച്ചാലേ അറിയൂ. ഈ ഫ്രണ്ടിന് ഇത് നിങ്ങൾക്ക് അങ്ങനെ ഇല്ലാണ്ടൊന്നുമില്ലല്ലോ? അങ്ങനെ ഒരു ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നണ്ട. എനിക്ക് ഇല്ല, എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല. ഏതില്ല? എങ്ങനെ വെറുപ്പില്ലാന്നാണോ? അല്ലെങ്കിൽ വെറുപ്പില്ല, ഇങ്ങനത്തെ കാര്യത്തോടൊന്നും വെറുപ്പില്ല, താല്പര്യാണ്. അതെ, ആ ഒരു താല്പര്യമൊന്നും ഇവൾക്ക് കാണുന്നില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുക, എല്ലാ സമയം TV കാണുക, ഉറങ്ങാൻ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ സംസാരമൊന്നുമില്ല, അപ്പൊ തന്നെ കയറി കിടന്ന ഉറങ്ങും. ഇത് ഞാന് എന്താ പറയാ, അതെന്താണ് എന്നുള്ളത് എന്നാല് ഇനി എപ്പോഴാ വരണ്ടേന്ന് വിചാരിച്ചാ നിങ്ങൾ പറ. ഞാന് ഒരു സ്ഥലം കണ്ടിട്ട് വിളിക്കാം. അതിന് മുന്നേ എന്തായാലും ഇപ്പം വിളിച്ചല്ലേ, അവള് കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോ കുളി കഴിഞ്ഞിട്ട് വരും. വെറുതെ ഒന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലൊന്ന് സംസാരിക്ക്. ഞാനിപ്പോ ഇങ്ങനെ പറയും, ഇന്നയാള് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. ഇപ്പൊ വരും, കുളി കഴിയാനായി ഏതാണ്ട്. ഞാൻ വിളിച്ചു.